വെള്ളക്ക് പേരയും കൂടിയും പറ്റൂല അത്ര. വേറെ ഏതെങ്കിലും നോക്കിക്കോട്ടെ പറ്റിയില്ലാന്നുണ്ടെങ്കിൽ ഇന്റെ അടുത്ത് ഇപ്പൊ അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. കുറെ ഫൗണ്ടറും കുറെ ലിഫ്റ്റൊക്കെ എഴുതിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങും മനുഷ്യന്മാരായിട്ട് ഇടങ്ങളാക്കാൻ. ഉമ്മ വരുമ്പോഴത്തെ ഇനിയിപ്പോ കൂട്ടാണ്ടാക്കി വെച്ചില്ലെങ്കിൽ ഇനിയിപ്പോ അതയക്കാലോ. ഓളില്ലണാവെന്ന് കുടുംബശ്രീ ഉള്ളതാണല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ട് വേണം ഓൽക്കൊക്കെ ഒന്ന് വരാന്. ഏടി ആരാ വിളിക്കണു? ജമീൽ താത്താണല്ലോ. എന്ത് ജമീൽ താത്ത? ആ ഇമ്മ എവിടെ? ഇമ്മനെ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഇമ്മ ഇവിടെ ഇല്ലേന്നു. ഇമ്മേ കാക്കാക്ക് ഒരു പെണ്ണിനെ നോക്കാൻ വേണ്ടിട്ടാണ് പോയിന്ന്. ബ്രോക്കറെ വിളിച്ചപ്പളേ. അതെ, എവിടുന്നാണത്? അത് വളാഞ്ചേരിന്നാണ്. എന്നിട്ട് ഉമ്മ ഇനി എപ്പളാ വരികയാണ് അവരെ? എന്നാണെങ്കിൽ കുടുംബശ്രീ ഉണ്ടേനും അവിടുത്തെ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു. ആ ഇമ്മ ഇപ്പൊ വരും. ഉമ്മ വിളിച്ചിന്ന് ഞാൻ പോരുകയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എത്തുണ്ടാവും. നിങ്ങളോട് പോരിന്നാല്. ആ എന്നാ പിന്നെ ഞാൻ ആ കുൽസാത്താനോടൊന്നാണ് പോയിങ്ങാണ്ട് വരട്ടെ. എന്നാ അപ്പോത്തിന് ഉമ്മ വന്നോളും. ആ എന്നിട്ട് പണികളൊക്കെ കഴിഞ്ഞില്ലേ? ഇല്ല, കഴിയണുള്ളൂ. ആ എന്നാ ആയിക്കോട്ടെ, എന്നാ ഞാനാണ് പോട്ടെ. എന്നിട്ട് ഞാൻ വരാം. ആ ആ നിങ്ങള് വന്നാ? ആ വന്ന്. അല്ല എന്താ ഇങ്ങോട്ട് പോയ കാര്യൊക്കെ? വല്ലതും നടക്കുവോ? ചേച്ചി ആദ്യം പോയിട്ടേക്ക് കുടിച്ചാൻ എന്തേലും എടുത്തോടുന്ന. എന്തൊരു ദാഹിച്ചിട്ടാ. നിങ്ങൾ എവിടുന്ന് എങ്ങനെ ദാഹിച്ചിങ്ങാണ്ട് വരുന്നേ? പോയോടത്തുനിന്ന് ഒന്നും കിട്ടിയില്ല നിങ്ങക്ക്? അതൊക്കെ പറയച്ചു ഒന്ന് പോയി എടുത്തോടുന്ന. ഞാൻ ഇപ്പൊ കൊടുന്നേരാം. കുറച്ചാണെ വെച്ച ഇത്ര നേരമൊക്കെ മനസ്സിൽ ദാഹിച്ചു പൊരിഞ്ഞിട്ട് ആദ്യമായിട്ടാ നിക്കണത്. ഇങ്ങനെ ദാഹിച്ചു പൊരിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ എവിടുന്ന ഈ വരുന്നത്? ഒന്നും പറയണ്ട എന്നെ മോളെ. ആ പെരന്റെ ഉള്ളിൽ നിന്ന് പച്ച വെള്ളം ഒരു മനുഷ്യന്മാര് കുടിച്ചൂല. ഇങ്ങനത്തെ ഒരു പെര എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്ന. ഒരു വൃത്തിയും വെടുപ്പും ഇല്ല, ഒരു ചെറ്റക്കുടില്. അതാണ് ആ പെണ്ണിന്റെ പെര. ഇത്രയും ചെറ്റക്കുടിയിൽ നിന്നാണ് ആ ബ്രോക്കർ നമുക്ക് കല്യാണം നേരാക്കിയിരിക്കുന്നത്. ഈ തള്ളക്ക് എങ്ങനെ തോന്നിയത് അമ്മക്കൊക്കെ ഇങ്ങനൊക്കെ നേരാക്കാന്? എന്താ തള്ളന്റെ വിചാരാണാവോ? ഓള് പറഞ്ഞ എന്താണ്? എന്റെ ആങ്ങൾക്ക് പെണ്ണ് കിട്ടൂല, കള്ളും കഞ്ചാവും വെച്ചിട്ട് ഒന്നിനെ തന്നെ ഒഴിവാക്കി. ഇനിയിപ്പൊ ചോദിച്ചാനും പറയാനൊന്നും ഒരു മനുഷ്യന്മാരും ഇല്ല, എല്ലാരും അന്വേഷിക്കാനും ഇല്ല. അതാണ് ഓല് പറയണത്. അതുകൊണ്ട് പോയതാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ പോവൂല. എന്നിട്ട് പെണ്ണെങ്ങനെ ഉണ്ട്? പെണ്ണിപ്പൊ ഇതിന്റെ ഉള്ളിൽ തന്നെ അല്ലേ, അപ്പൊ വലിയ വൃത്തി വെടുപ്പൊന്നും ഉണ്ടാവൂല. പെണ്ണൊന്നും തിരക്കേടില്ല. പെണ്ണ് എന്താ ഒരു ഇരുന്നാറാണ്, കുഴപ്പമൊന്നും ഇല്ലാത്തൊരു കോലും ചേലൊക്കെ ഉണ്ട്. പിന്നെ ഓല് പറഞ്ഞ എന്താ പഠിപ്പിക്കണം എന്നാ. അതിനിപ്പോ എന്തായാലും എന്റെ ആങ്ങളെ സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കാം, നമുക്ക് ഓനോട് സംസാരിച്ച് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ പഠിപ്പിക്കുന്നൊന്നും ഞാൻ അങ്ങോട്ട് പറയുകയൊന്നും ചെയ്തിട്ടില്ല. വല്ലാത്തൊരു കഷ്ടം. എങ്ങനെ ആയാലും വേണ്ടിയില്ല ഓന്റെ കല്യാണം ഒന്ന് നേരായാ മതി. ഇല്ലാന്നുണ്ടെങ്കിലേ ഒന്നും റെഡി ആവൂല. അപ്പൊ എന്റെ പെരപ്പണി അവിടെ കിടക്കണ നിങ്ങക്ക് അറിയില്ലേ? എനിക്ക് എങ്ങനെയെങ്കിലും അതിക്ക് കുറച്ച് പൈസെങ്കിലും കൊടുത്തിട്ട് വേണം ആ കല്ലൊക്കെ ഒന്ന് ഇറക്കിയിടാനൊക്കെ. അതൊക്കെ ഒന്ന് കഴിഞ്ഞാൽ തന്നെ എനിക്ക് സമാധാനം ആവുള്ളൂ.
ആ ഫസ്റ്റത്തോള് ഓടുന്ന മുതലും പണ്ടൊക്കെ ആയിട്ട് ഓള് പിന്നെ ഓളെന്നാണ് പോയില്ലേ. ഒക്കെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വന്നല്ലോ. ഇനി ഇതെന്താ പാടാണോ ഇത് വല്ലതും കൊടുന്ന്. അപ്പൊ അതല്ലേ പെര ഈ പെരേന്നൊക്കെ കല്യാണം ആലോചിക്കണ ഓൾക്ക് പ്രാന്താണ്. ഇങ്ങള് എന്നിട്ട് ഒന്നും മുണ്ടാതെ ഇങ്ങോട്ട് പോരും ചെയ്തിക്കും. ഒന്നും പറയണ്ട, ഇനിയിപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. ഇനിയിപ്പോ തന്നെ ഒരു മാർഗമുള്ളൂ. ഇപ്പൊ ഈ പെരപ്പണി കഴിഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ഏത് കാലം കഴിയാനാണ്. ആ പണ്ടം കിട്ടിയിട്ടെങ്കിൽ ആ പെരപ്പണി ഒന്നും കഴിച്ചാലോ. പിന്നെ എത്ര കാലിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഈ പണികൾ ഇങ്ങനെ എടുക്കുക. എനിക്ക് വെച്ചാ ഒറ്റക്കൊന്നും പണികൾ എടുക്കാനൊന്നും. ഓള് എടുത്തോളും, അത്രക്കുള്ള രസമൊക്കെ മതി. ആ ചാമ്പക്കൊക്കെ ഉണ്ടാവാനിക്കണല്ലോ. വന്നാണാവോള്. ഷാഹിന, ഷാഹിന, ഏടി? ആ അമ്മ ജമീൽ താത്തയാണ് വിളിക്കണത്. ഓല് രാവിലെ വന്നിരുന്നു, എന്തോ കുടുംബശ്രീയുടെ എന്തോ കാര്യം പറയാനാണ് പറഞ്ഞിട്ട്. ഇങ്ങോന്നാണ് ചെന്നാണി. ഓലോട് ഇങ്ങോട്ട് വരാൻ പറയും. ഇന്നെക്കൊണ്ട് വെച്ചായിട്ടാണ് ഞാൻ പോയി വർത്താനം പറയാൻ. എനിക്ക് ഇവിടുന്ന് ഒരു അടി നീക്കാൻ വെച്ച അപായൊക്കെ ഒന്നെ കഴിച്ചിടട്ടെ. ഇന്ന് ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ആ താത്ത, ആ അമ്മ വന്നെടി. ആ അമ്മ വന്നിക്കണ്, നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ. ഇമ്മ വന്ന ക്ഷീണത്തിലേ അവിടെ ഇരുന്നിക്കണ്. ആ ഞാൻ ഉണ്ട് വരാം. എന്താപ്പൊ മോളെ എപ്പളാ ഇജ്ജ് വന്നത്? ആ ഞാനിതാ മോളെ എപ്പ ഇങ്ങോട്ട് വന്ന് കേറിയിട്ടുള്ളൂ. ഇജി ഇരിക്കടി. ഇല്ലടി ഇരിക്കണില്ല. ഞാൻ നേരത്തെ തന്നെ ചോദിച്ചു വന്നീനേ. അപ്പൊ പെണ്ണ് പറയേച്ച് ഇങ്ങനെ പൊയ്ക്കണെന്നുള്ളത്. അതാ പിന്നെ ഞാൻ ഇങ്ങടെ വന്നത്. കുടുംബശ്രീയുടെ കാര്യം പറയാൻ വേണ്ടി വന്നതാടി. എന്റെ ഫോണൊക്കാണെന്നുണ്ടെങ്കിൽ അടിച്ചിട്ടാണ് കിട്ടണില്ല. ആടി ഫോണ് സ്വിച്ച് ഓഫ് ആയിക്കണ്, ചാർജ് ഇല്ലായിട്ട്. എന്താണ് കുടുംബശ്രീത്തെ കാര്യം? ആടി അത് കുടുംബശ്രീയില് ഇപ്പൊ ലോണിന്റെ കാര്യമൊക്കെ ശരിയായിക്കണല്ലോ. അപ്പൊ എല്ലാരോടും ഒന്ന് വൈകുന്നേരത്ത് വരാൻ പറഞ്ഞിക്കണ്. എല്ലാരും വേണമെന്നാ പറഞ്ഞത്. ഇജ് വരില്ലേ? ഞാൻ ഇല്ലടി, എനിക്ക് വെച്ചാ വരാനൊന്നും കുടുംബശ്രീക്ക് ഇന്ന്. എന്റെ രണ്ട് കാലിന്റെ മുട്ടും ഭയങ്കര വേദന. അവിടുന്ന് ഓട്ടോറിക്ഷ ഇറങ്ങിയിട്ട് എത്ര കാലം നടക്കാണ്ട് ചിട്ടാ പെരേക്ക്. എനിക്ക് വെച്ചാ ഞാൻ ലോണൊന്നും എടുക്കണില്ല, നിങ്ങളൊക്കെ എടുത്തോളി. അപ്പൊ എനിക്ക് ലോണ് വേണ്ടടി, എല്ലാരും എടുക്കണുണ്ടല്ലോ. എല്ലാവർക്കും കൂടി പാസ്സായതല്ലേ ഇപ്പൊ അത്. അപ്പൊ ഇനിയിപ്പൊ ചെക്കന്റെ കല്യാണത്തിനൊക്കെ ഇപ്പൊ എന്താ കാട്ടുക? അതിനുള്ള പൈസ ഒക്കെ ഇപ്പൊ ഓന്റെ അടുത്ത് ഉണ്ടാവും, കല്യാണത്തിനുള്ളതൊക്കെ. ആ ലോൺ എടുത്തിട്ട് പിന്നെ ഞാൻ അതും കൂടി അടക്കണ്ടേ. കൊണ്ട് പറ്റൂല മോളെ, അത് ഞാൻ നോക്കേണ്ടി വരും പിന്നെ ആ ലോണൊക്കെ. നിങ്ങൾ എടുത്തോളി അത്. എന്തായാലും ഞാൻ എടുക്കുന്നുണ്ട്. ആ പെരന്റെ 4 പുറമൊക്കെ ഒന്ന് പെയിന്റ് അടിക്കൊക്കെ വേണേ. കൊറേ ആയി പെയിന്റ് അടിച്ചിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നപ്പോ ഏതായാലും ഈ ലോണ് കിട്ടുകയാണല്ലോ. അപ്പൊ അതേറ്റ് ആ പെരൊക്കെ ഒന്നാണ് പെയിന്റ് അടിക്കാച്ചിട്ട്. ഇനിയിപ്പോ ഇന്ന് വൈകുന്നേരത്തിന് പോവും വേണം. ജില്ലല്ലേ എന്നിട്ട്? ഇല്ലടി, ഞാൻ അടുത്ത ആഴ്ച കൂട്ടി കൊടുത്തോണ്ട് പൈസ. എന്നിട്ട് പോയ കാര്യം ഇപ്പൊ എന്തായി? പെരന്റെ കാര്യൊന്നും പറയാതിരിക്കാൻ നല്ലത് മോളെ. പെരയും കൂടിയൊക്കെ കണ്ടാല് ഒരാള് പച്ചവെള്ളം കുടിച്ചൂല. ഞാൻ തന്നെ ഇപ്പൊ ഇവിടെ വന്നിട്ട് തുള്ളി ചായന്റെ വെള്ളം കുടിച്ച് അവിടുന്ന് ഒന്നും കുടിക്കാനും കൂടി തോന്നുന്നില്ല. അത്രയും വൃത്തിയും വെറുപ്പും ഇല്ലാത്തൊരു പെരയും കൂടി ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നത്. എന്തിനാ ഇപ്പൊ അങ്ങനത്തെ പെരേന്നൊക്കെ കല്യാണം ആലോചിക്കുന്നത്? എന്റെ മകൻക്ക് വേറെ എവിടുന്നും കിട്ടൂല വെച്ചിട്ടാണ്. അയക്കും നല്ല ബന്ധമൊക്കെ കിട്ടും. വെറുതെ ഈ വാണ്ടാത്ത പരിപാടിക്ക് നിക്കണ്ട. ഇത്രയും ചെറിയ പേരന്റെ ഉള്ളിൽ നിന്നൊക്കെ പെണ്ണിട്ട് അറിഞ്ഞ ആൾക്കാരറിഞ്ഞ മോശല്ലേ. അത് ഓൻ ഗൾഫിലുമാണ്. ഓന് ഈ കള്ളൊക്കെ കുടിച്ച് നടന്ന ഓനിക്ക് എവിടുന്ന് പെണ്ണ് കിട്ടാനാ? ഇപ്പൊ ഏത് ആണുങ്ങൾക്ക് ആ സ്വഭാവം ഇല്ലാത്ത? എല്ലാ ആണുങ്ങൾക്കും ആ സ്വഭാവം ഒക്കെ ഉണ്ട്. അന്ന് വിചാരിച്ചിട്ട് പെണ്ണ് കിട്ടണില്ല അറിഞ്ഞിട്ട് ഈ കണ്ണി കണ്ട പെരേന്നൊക്കെ പെണ്ണ് ആലോചിക്കുക. ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ ഇനിയിപ്പൊ പെണ്ണിന്റെ കോലപ്പ് എന്താവും ഒന്നും പറയാൻ പറ്റൂല. പിന്നെ കുട്ടി നല്ലതാണ്, ആ ഒരു കാര്യം കൊണ്ട് മാത്രം ഞാൻ സമ്മതിച്ചാണ് പോകുന്നത്. ആ എന്നിട്ടിപ്പൊ പണ്ടത്തിന്റെ കാര്യൊക്കെ എന്തേലും പറഞ്ഞിക്കണ? പണ്ടും മുതലില്ലാതെ ഇപ്പൊ എങ്ങനെയാ കല്യാണം കഴിച്ചു കൊണ്ടുവരിക? പണ്ടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു 15 പവൻ എന്തായാലും കിട്ടണം. ആദ്യത്തോള് നല്ല പൈസ ഏറ്റവും പണ്ടേറ്റാ വന്നിരുന്നത്. അത് ഓള് പോകുമ്പോ ഓള് കൊണ്ടുപോവുക ചെയ്ത്. ഇതിപ്പോ അങ്ങനെ തന്നെ എന്തായാലും പണ്ടം കിട്ടണം. ഞാൻ വിചാരിച്ചിരുന്ന ഒരു 15 പവനൊക്കെയാണ്. അത് ഞാൻ ബ്രോക്കറോട് പറഞ്ഞിട്ടുണ്ട്. 15 പവൻ എന്തായാലും വേണട്ടാന്ന്. ആന്നും പറഞ്ഞിട്ടുണ്ട് ഓല്. ആ എന്തായാലും അതെങ്കിലും കിട്ടണം. അതൊന്നും ഇല്ലാതെ ഇപ്പൊ എന്താ? എല്ലാരും അങ്ങനെ തന്നെയല്ലേ. ഇത്രയും ചെറിയ പെരയാണ് കൂടിയാണ് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മുതലിന് മുതൽ തന്നെ വേണം.
ഒന്നല്ലെങ്കിൽ ആ പെണ്ണിന് ഇട്ട് കെട്ടാനെങ്കിലും വേണ്ടേ. ആ അമ്മ ഒരു ഫോട്ടോ വിട്ടിക്കണ് പെണ്ണിന്റെ. ആ നോക്കട്ടെ എങ്ങനെ ഉണ്ട്. ആ പെണ്ണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പെണ്ണ് ഇരുന്നാറാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നും കാണാനൊന്നുമില്ല. എന്തായാലും ഓനക്ക് ചേരും. പിന്നെ നിങ്ങള് പറഞ്ഞ പോലെ ഈ പേരന്റെ ഉള്ളില് പണിയോട് എടുക്കാൻ വേണ്ടിട്ടല്ലേ ഇപ്പൊ ഓളെ കൊണ്ടുവരണത്. അപ്പൊ അത്രക്കൊക്കെ മതി. എന്നടി പോണം. ഇങ്ങനെ ആയാലും നടക്കട്ടെ. എന്നിട്ടിപ്പോ എന്നൊക്കെ ഇപ്പൊ തീരുമാനിച്ചിക്കണത്? അടുത്ത മാസത്തേക്ക് നോക്കണം. ഇത് ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ ഓനക്ക് എന്തായാലും ഇപ്പൊ ഫോട്ടോ വിട്ടുകൊടുക്കുക തന്നെ വേണല്ലോ. ഓൻ കണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസം തന്നെ നോക്കണം. ഓൻ ഈ മാസം ലാസ്റ്റ് വരുന്നുണ്ട്. എന്നാ പിന്നെ അതിന്റെ കൂട്ടത്തിലാണ് കഴിഞ്ഞോട്ടെ വെച്ചിട്ടാണ്. എന്തായാലും നടക്കട്ടെ. എന്നാ ഞാനാണ് പോട്ടെ. ഇനിയിപ്പൊ വൈകുന്നേരം കുടുംബശ്രീ ഉണ്ടേനു. ആ എന്നിട്ട് ഇജ്ജില്ലല്ലേ? ഇനിയിപ്പൊ ഞാൻ ഒറ്റക്ക് പോണം. ഞാനില്ലടി. എന്തായാലും പോട്ടെ. പോട്ടെടി. ആ ആയിക്കോട്ടെ. ആ പാവാണ് ആ പെണ്ണ്. ഇനിയിപ്പൊ ഇവളെ ഇടയ്ക്കൊക്കെയാണല്ലോ വരുന്നത്. അത് അതിന്റെ ഒരു വിധിയല്ല. അപ്പൊ എന്തെന്നാ പറയാ. ഞാൻ ഇപ്പൊ എന്തേലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പെണ്ണിനെ നല്ലതാക്കി എന്റെ മകനെ മോശാക്കി എന്നൊക്കെ പറയും. എന്തായാലും പടച്ചോൻ കാക്കട്ടെ. എനിക്കിപ്പൊ ഇങ്ങനെ പറയല്ലാതെ ഇപ്പൊ ഒരു മാർഗവും ഇല്ലല്ലോ. 15 പവനൊക്കെ വാങ്ങുമ്പോ ചോദിച്ചിരിക്കണം. അത്ര എന്ത് കാര്യത്തിനാണാവും. എല്ലാത്തൊരാൾക്കാർ തന്നെ. പെണ്ണൊന്നും കുഴപ്പമില്ല അമ്മ. ഓല് നമ്മള് പറഞ്ഞ പണ്ടൊക്കെ തരുമോ? അതുണ്ടെങ്കിലേ ഇപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നടക്കുള്ളൂ. എങ്ങനെയെങ്കിലും ആ കല്യാണമാണ് നടന്ന് കിട്ടിയാൽ മതി വെച്ചിട്ടാ ഞാൻ. ഇപ്പൊ ഓനക്ക് ആ ഫോട്ടോ ഒന്നും അയച്ചു കൊടുത്ത ഓൻ കണ്ടിട്ട് എന്താ അഭിപ്രായിച്ച അതേപോലെ ചെയ്യട്ടെ. ആ ഞാൻ അയച്ചു കൊടുക്കാം. ഞാൻ വിട്ടിട്ടുണ്ട്. അല്ലേടി ചോറിന് കൂട്ടാനൊക്കെ ഉണ്ടാക്കിയില്ലേ? ഞാൻ കൂട്ടാനെ മുറിക്കണുള്ളൂ. അപ്പോഴാണ് പോല് വന്നത്. മനുഷ്യന്മാർക്ക് പയിച്ചിട്ട് നിൽക്കാൻ ഒന്ന് വേഗം ഉണ്ടാക്കി കൂട്ടാത് ചെല്ലേ. ആ നോക്കിക്കോളാം. കല്യാണം ഒന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോ സമാധാനാവുള്ളൂ. ഇങ്ങനെയെങ്കിലും ഓന്റെ ഒരു കള്ളുടിയൊക്കെ ഒന്ന് മാറി കിട്ടിയാലോ. പിന്നെ പെണ്ണിന്റെ പെരപ്പണിയുടെ കാര്യമാണ്. ആ വണ്ടം കിട്ടിയിട്ട് വേണം ആ പെരപ്പണിയൊക്കെ ഒന്ന് നടത്താൻ. ആ കാത്തിച്ചിട്ടപ്പ എന്റെ കുട്ടി ഇരിക്കണത്. അല്ലാ വെച്ച അത് പോയി കിടക്കണം.